പ്രതിരോധത്തിന്റെയും നാവിക ശക്തിയുടെയും ലോകത്തിലെ ശക്തിയായി മാറിക്കൊണ്ടിരിക്കുകയാണ് ഇന്ത്യ. വിശാഖപട്ടണം ക്ലാസ് ഗൈഡഡ് മിസൈൽ ഡിസ്ട്രോയറായ INS ഇംഫാലിനെ ഇന്ത്യൻ നാവികസേനയിലേക്ക് കമ്മീഷൻ ചെയ്യാൻ ഇന്ത്യ ഒരുങ്ങുകയാണ്. മേക്ക് ഇൻ ഇന്ത്യ സംരംഭത്തിന്റെ വിശദാംശങ്ങൾ എന്തൊക്കെ എന്ന് നോക്കാം. ഒരു പ്രധാന സംഭവവികാസത്തിൽ 15B ക്ലാസിലെ മൂന്നാമത്തെ സ്റ്റെൽത്ത് ഗൈഡഡ് മിസൈൽ ഡിസ്ട്രോയറായ INS ഇംഫാൽ യാർഡ് 1276 ഇന്ത്യൻ നേവിയുടെ എലൈറ്റ് ഫ്ലീറ്റിൽ ചേരാൻ ഒരുങ്ങുകയാണ്. ഒക്ടോബർ 20 കപ്പൽ മസഗോൺ ഡോക്ക് ഷിപ്പ് ബിൽഡേഴ്സ് ലിമിറ്റഡ് ഇന്ത്യൻ നേവിക്ക് ഔദ്യോഗികമായി കൈമാറി. ഡിസംബർ 26 മുംബൈയിൽ കമ്മീഷൻ ചെയ്യപ്പെടും. ഷിപ്പ് ഡിസൈൻ ബ്യൂറോ രൂപകൽപ്പന ചെയ്ത ഇംഫാൽ 7400 ടൺ ഭാരവും 164 മീറ്റർ നീളവുമുള്ള ഒരു മൾട്ടിപർപ്പസ് പ്ലാറ്റ്ഫോമാണ്. കപ്പൽ വിരുദ്ധ ഉപരിതലത്തിൽ നിന്ന് വായുവിലേക്ക് തൊടുക്കാവുന്ന മിസൈലുകൾ, ടോർപിഡോ മിസൈലുകൾ, മറ്റ് നൂതന ആയുധങ്ങൾ, സെൻസറുകൾ എന്നിവയ്ക്കൊപ്പം ഇത് ഇന്ത്യയുടെ പ്രതിരോധത്തിന്റെ ശക്തി കൂടുന്നു. സ്വാശ്രയത്വത്തിനായുള്ള രാജ്യത്തിന്റെ പ്രതിബദ്ധത പ്രകടമാക്കുന്ന ഡിസ്ട്രോയറിന്റെ 75% ഘടകഭാഗങ്ങളും അഭിമാനപൂർവ്വം ഇന്ത്യയിൽ നിർമ്മിച്ചതാണ്. ടോർപിഡോ ട്യൂബ് ലോഞ്ചറുകൾ മുതൽ അന്തർവാഹിനി വിരുദ്ധ റോക്കറ്റ് ലോഞ്ചറുകൾ വരെ, മധ്യദൂര ഉപരിതലത്തിൽ നിന്ന് ആകാശത്തേക്ക് മിസൈലുകൾ മുതൽ ബ്രഹ്മോസ് വരെ ഉപരിതല മിസൈലുകൾ എന്നിവയോടൊപ്പം ഇംഫാൽ തദ്ദേശീയ പ്രതിരോധ നിർമ്മാണത്തിൽ ഇന്ത്യയുടെ വർദ്ധിച്ചുവരുന്ന വൈദഗ്ധ്യത്തിന്റെ തെളിവാണ്. സംരംഭം ഇംഫാലുമായി കേന്ദ്രസ്ഥാനത്ത് എത്തുന്നു. കാരണം തദ്ദേശീയമായി നിർമ്മിച്ച ഈ കപ്പലുകൾ ആഭ്യന്തരമായി പരിഷ്കരിക്കാനും പരിപാലിക്കാനും അറ്റകുറ്റപ്പണികൾ നടത്താനും വിദേശ വിതരണക്കാരെ ആശ്രയിക്കുന്നത് കുറയ്ക്കാനും കഴിയുമെന്ന് ഉറപ്പാക്കുന്നു. 2019 ഏപ്രിലിൽ സമാരംഭിക്കുകയും 2023 ഏപ്രിൽ മുതൽ കർശനമായ കടൽ തുറമുഖ പരീക്ഷണങ്ങൾക്ക് വിധേയമാവുകയും ചെയ്ത ഇംഫാൽ സ്വയം പര്യാപ്തതയിൽ ഗണ്യമായ മുന്നേറ്റം കുറിക്കുന്നു. मिलियंस ऑफ मिलियन प्रॉब्लम है, कोई इनकार नहीं कर सकता है, लेकिन एट द सेम टाइम मुझे इस बात का भरोसा भी है ഈ നേട്ടം ഇന്ത്യൻ ഗവൺമെന്റിന്റെ ആത്മനിർഭർ ഭാരത്, അതായത് ഇന്ത്യയിൽ നിർമ്മിക്കുക എന്ന സംഭവവുമായി ഒത്തുചേരുന്നു. ഇത് വിദേശ പ്രതിരോധ ഇറക്കുമതിയെ ആശ്രയിക്കുന്നത് കുറയ്ക്കുന്നതിനും രാജ്യത്തിന്റെ പ്രതിരോധ മേഖലയെ ഉത്തേജിപ്പിക്കുന്നതിനുമുള്ള ശക്തമായ ദൃഢനിശ്ചയത്തെ സൂചിപ്പിക്കുന്നു. തദ്ദേശീയ ഓഹരി ഉടമകളുടെ ശക്തമായ അടിത്തറയുള്ള ഇംഫാൽ ഡിസ്ട്രോയർ കമ്മീഷൻ ചെയ്യുന്നത് ഇന്ത്യയുടെ സമുദ്രശക്തിക്കും സ്വാധീനത്തിനും, പ്രത്യേകിച്ച് തന്ത്രപരമായി സുപ്രധാനമായ ഇന്ത്യൻ മഹാസമുദ്ര മേഖലയിൽ ഒരു സുപ്രധാന ചുവടുവയ്പ്പാണ്. ചൈന വിപണിയിൽ മുന്നിട്ടു നിൽക്കുന്ന ഈ സാഹചര്യത്തിൽ ഇത് ഏഷ്യ പസഫിക് നാവിക ആധിപത്യത്തിൽ നിർണായക പങ്ക് വഹിക്കുന്നു. 2033 ഗ്ലോബൽ ഡാറ്റയുടെ നേവൽ വെസൽസ് ആൻഡ് സർഫേസ് കോംബാറ്റൻസ് മാർക്കറ്റ് റിപ്പോർട്ട് അനുസരിച്ച് ചൈനയ്ക്ക് 28.9% ഓഹരിയുണ്ടാവും. തൊട്ടുപിന്നിൽ 20% വിഹിതവുമായി ഇന്ത്യയും. ഇംഫാലിന്റെ അത്യാധുനിക സാങ്കേതികവിദ്യയും തദ്ദേശീയമായ രൂപകൽപ്പനയും സ്വയം പര്യാപ്തമായ പ്രതിരോധ ഉപകരണ ഉൽപ്പാദകരാകാനുള്ള ഇന്ത്യയുടെ പ്രതിബദ്ധതയ്ക്ക് അടിവരയിടുന്നു.
ഒക്ടോബറിൽ ഇന്ത്യൻ വ്യോമസേനയ്ക്ക് തേജസ് ഇരട്ട സീറ്റുള്ള വിമാനം എത്തിക്കുന്നതിൽ ഇന്ത്യ നേടിയ വിജയത്തിന്റെ ചുവടുപിടിച്ചാണ് ഇത് ചൂടേറിയത്. സൈനിക ഉപകരണ നിർമ്മാണത്തിൽ സ്വയംപര്യാപ്തതയിലേക്കുള്ള ഇന്ത്യയുടെ യാത്രയിലെ മറ്റൊരു നാഴികക്കല്ലാണ് INS ഇംഫാൽ. എക്കാലത്തെയും വികസിച്ചുകൊണ്ടിരിക്കുന്ന ഭൗമരാഷ്ട്രീയ ഭൂപ്രകൃതിയിൽ അതിന്റെ സമുദ്ര താൽപര്യങ്ങൾ സംരക്ഷിക്കുന്നതിനുള്ള ഇന്ത്യയുടെ സമർപ്പണത്തെ പ്രതീകപ്പെടുത്തുന്നു. രാജ്യത്തിന്റെ പ്രതിരോധ ശേഷി വർദ്ധിപ്പിച്ചുകൊണ്ട് INS ഇംഫാൽ നാവികസേനയിൽ ചേരാൻ തയ്യാറെടുക്കുമ്പോൾ ഇന്ത്യയ്ക്ക് ഇത് അഭിമാന നിമിഷം. ഈ മഹത്തായ ഇവന്റിനെക്കുറിച്ചുള്ള കൂടുതൽ അപ്ഡേറ്റുകൾക്കായി കാത്തിരിക്കുക.